എടാ വെള്ളം കളയലേട്ടാ. വെള്ളം കൊണ്ടോടാ. ഏട്ടാ ഇതല്ലേ? കുറച്ച് നാടോ. ഇയാള് മൊത്തം കുടിച്ചു ചേരകടോ. കുറച്ചിടാ. എന്താ കൂടിപ്പോയോ? കറക്റ്റല്ലേ? ഓക്കേ പോരെ. അവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കഴിച്ചുണ്ടോ അത് പറഞ്ഞു. നല്ല മഴ ഏട്ടാ. ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടി എടുക്കട്ടെ? അവിടെ ഇവിടെയല്ലേ? നീ എന്താണ് കിടന്ന് വിറകുന്നേ? സുഭാഷ് ഹരീഷിന് ഒരു പണി കൊടുത്തേ. വെറുതെ തിന്നോണ്ട് നടക്കാവേ. പയറാണോ അരിയൻ? ഇതിട്ടാലോ? പോടാ. എന്നാ പിന്നെ ഇതോ? അത് നീ കയ്യിൽ പിടിച്ചോ, ഞാൻ പറയാം. ഇതൊക്കെ എടുത്ത് അവിടെ വെക്കണ. ഹരീഷേ ഇങ്ങോന്നേ. ഇങ്ങനെയൊക്കെ ചെയ്യോ? എന്താണ് ഇതൊക്കെ ചെയ്യോ? ചെയ്യുമായിരിക്കുമല്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും മതി മതി മതി. അങ്ങറ്റത്തല്ല ഇവിടെ വിളമ്പിക്കോ. അതാണോ ആദ്യം? അവിയലും തോരനും ഒക്കെ അങ്ങ് അറ്റത്തെ വിളമ്പാവും. എല്ലാവരും ഇരുന്നതിന് ശേഷം ചോറ് വിളമ്പാവും. എന്താട്ടാ എത്ര ആയില്ലേ ഇതുവരെ? ഒന്ന് വിളിച്ചു നോക്ക്. എടുക്കുന്നില്ലടാ. എന്താടാ ആരാ വരാനുള്ളേ? ആരാന്നാ? തുझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से कहाँ जाए हम. ദേ എത്തില്ലാണ്. സാരിയൊക്കെ എടുത്ത് നാണമുണ്ട് നാണമുണ്ട്. നിങ്ങളെ കാണാതെ ഇവിടെ ഒരാൾക്ക് ഇരിക്കപ്പുറത്തിയില്ല. അല്ല കഴിക്കാനുള്ള നേരമായി അതുകൊണ്ട്. അത് ശരിയാ. ഭക്ഷണം ശരിയായ സമയത്ത് വിളമ്പില്ലെങ്കിലേ സുഭാഷേന്റെ മൂഡ് പോകും. സുഭാഷേട്ടാ
ഓണ സമ്മാനം. നിക്ക്, ഞാൻ പോരാ. ചാന്ദിനി എടുത്തി സുഭാഷ് ഭയ്യ ഏട്ടത്തേക്ക് വേണ്ടിട്ട് പെഹലേ എടുത്തു വെച്ചു. ആ അവനസിന് സുഭാഷ് ആ സ്പെഷ്യൽ അങ്ങോട്ട് കൊടുക്ക്. ആ സ്പെഷ്യൽ സ്പെഷ്യല് ഓ ആ കയ്യിലോട്ടൊന്ന് ഇട്ടു കൊടുക്കടാ കഴുതേ. പിന്നെ ഛെ, നിലാവിന്റെ വെളിച്ചം പോലെ നീ വന്നെൻ രാവിൽ ചേർന്നു. നീ എന്നിൽ പൂക്കും നിലവായി, നീ എൻ സ്വപ്നത്തിൽ റാണിയല്ലേ. ഏതോ ഒരു മഴനൂലിൽ കനവുകൾ നെയ്യും കാലം പോലെ. കൊള്ളാലേ. പിന്നെ കണ്ടില്ലേ, ഇതാണ് പ്രേമം, അല്ലാതെ നിങ്ങൾ കാണിക്കുന്നല്ല. ഞാനും നിനക്ക് ഓണക്കൊടി വാങ്ങി തന്നില്ലേ? പക്ഷെ വളയിട്ടൊന്നും ഇല്ലല്ലോ. അത് നിമിനേരമെന്നിൽ നിറതാരമായും നിറമാല ചാർത്തും മലർദീപമായും പ്രേമാകാശമേ നീ. എന്നാ പിന്നെ നമുക്കെല്ലാരും കഴിച്ചാലോ? വല്ലാത്ത വിശപ്പേ. ആ എന്നാ എല്ലാരും ഇരിക്കെ, ഞാൻ വിളമ്പാം. അച്ഛരുന്നോ, ഞാൻ വിളമ്പാം. ഓ ഇന്നെങ്കിലും നീ വിളമ്പുകാരനാവാതെ ഒന്ന് ഇരിക്കടാ. അത് തന്നെ. ആ. സുഭാഷ് വന്നു ഇരുന്നേ. ഇരിക്കട്ടെ. വാ അവിടെ വാടാ. ഓക്കെ ബാ. മോളെ മോളെ പായസം എടുക്കാറായോ? പൂവേ പുളി പൂവേ പുളി പൂവേ 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 പുളി പൂവേ പുളി പൂവേ പൂവേ. എനിക്കത് മനസ്സിലായില്ല. എന്താടാ ചായ? അല്ലെങ്കിൽ ആ ഹരീഷ് എവിടെ? ഹരിശേട്ടനകത്താണല്ലോ. ഹരീഷേ, ഹരീഷേ. ആ
അവൻ ഉടക്കും, എനിക്ക് ഉറപ്പാ. അങ്ങനെ ചീറ്റ് ചെയ്തിട്ട് അവൻ വെറുതെ അകത്തിരിക്കാൻ പാടില്ലല്ലോ. സുധീഷേ, സുധീഷേ, ആരടാ പിള്ളേരെ നിങ്ങള്? സുധീഷിന്റെ ഫ്രണ്ട്സ് ആണോ? അതെ. ഇത്ര ഡീസെന്റ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഇവന് ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ? സുധീഷേ, നീ ഇവിടെ ഇരിക്കും, ഞാൻ നോക്കാം. ആരാ മക്കളെ നിങ്ങള്? സുധീഷിനെ കാണണം. നിങ്ങൾ ആരാണെന്ന് പറ മക്കളെ. പറഞ്ഞില്ലേ ഞങ്ങൾക്ക് സുധീഷിനെ കാണണം. സുധീഷേ, എന്താടാ? എത്ര തവണ പറയണം സുധീഷിനെ കാണണോന്ന്? അവനെ വിളിക്ക്. ദേ നിൽക്കുന്നു. ആ വാടാ. ഈ ചെറുക്കന്മാരെ കൂടാ. അപ്പൊ അത്ര ഡീസെന്റ് ആയ പിള്ളേരല്ല. ഡോ, തനിക്ക് നാണം ഉണ്ടോടോ? എന്ത് പോക്കർത്തരാടോ താൻ കാണിക്കുന്നേ? ഒന്ന് പതുക്കെ സംസാരിക്കേ. അവളെ അങ്ങ് പറ്റിച്ചു കളയാന്ന് വിചാരിച്ചോ? രാത്രി മുഴുവൻ ഇരുന്ന് കുറുങ്ങുമ്പോ അത് ലവ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ? ചെറുക്കം, നിങ്ങൾ വന്നേ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. വാ. എന്തിനാ പുറത്തു നിന്ന് സംസാരിക്കുന്നേ? ഇവിടെ നിന്ന് തന്നെ സംസാരിച്ചാ മതി, എല്ലാരും കേക്കട്ടെ. നിങ്ങൾ നടന്നേ, നടക്ക് നടക്ക്. ഗായത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കണ്ട. ഗായത്രിയോ? സമാധാനമായിട്ട് സംസാരിക്കും. നിങ്ങൾ ചോദിക്കുന്നതിന് സുധീഷിന്റെ മറുപടി പറയുന്നില്ലേ? അപ്പൊ ബഹളം വെക്കണ്ട. ഗായത്രിയുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കുറെ കാലം അതും ഇതും പറഞ്ഞു നടന്നിട്ട് ഒരു പോക്കങ്ങ് പോയല്ലോ. അങ്ങനെ അവോയ്ഡ് ചെയ്തത് അവൾക്ക് സഹിക്കാൻ പോലും പറ്റിയിട്ടില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞത് മുതൽ അവള് മുറിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. കഥകടച്ചൊറ്റയിരിപ്പാ. എടാ പിള്ളേരെ, എടാ കഥവ് തുറക്കുന്നില്ലെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതിൽ ഒരുത്തൻ മേസ്തിരി, ഒരുത്തൻ മെക്കാനിക്കും, വേറൊരുത്തൻ ഡ്രൈവറുവാ. നിങ്ങൾ വല്ല കാർപ്പൻറ്ററെ നോക്ക്, അതാ നല്ലത്. ഓ, കോമഡി പറയാൻ പറ്റിയ സമയം. ഡാ, ഞാൻ പറഞ്ഞത് കോമഡി ഒന്നുമില്ല, കാര്യ. കഥവ് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പറ്റിയ ആളുകളെ നോക്കണം, അല്ല ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. അച്ഛാ, അച്ഛൻ ഒന്നും മിണ്ടായി. നിന്നെ കിട്ടും പ്രതി. ദേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരാളെ ഞങ്ങൾ വെറുതെ വിടൂല. പിള്ളാരാ നോക്കണ്ട, കളി കാര്യവും പറഞ്ഞേക്കാം. ഏയ്, ആ കുട്ടിക്ക് സങ്കടം വന്നു പറഞ്ഞു, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടി വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട, അതങ്ങോട്ട് നിർത്തിയേക്ക്. പിന്നെ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല, അത് കഥ കടച്ച് കിടന്നുറങ്ങുണ്ടാവും. ആദ്യം അച്ഛൻ പറഞ്ഞ പോലെ ഒരു കാർപ്പന്ററിനെ വിളിച്ച് കഥ തുറക്ക്. അതാണ്. ചെല്ലട പിള്ളേരെ, ചെന്നേ കഥക് തുറന്നു നോക്ക്, എന്നിട്ട് വിളിക്ക്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലാ? അതപ്പളല്ലേ, ഇപ്പൊ മക്കള് ചെല്ലടാ. എടാ, നിങ്ങൾ ചെന്ന് വാല് തുറക്കാൻ നോക്ക്, ഒന്നും സംഭവിക്കില്ല. 2 ആഴ്ച ഫോണിലൂടെ സംസാരിച്ചതിന്റെ പേരിലേ ആരും ആത്മഹത്യ ചെയ്യാനൊന്നും പോണില്ല. ആ, നിങ്ങൾ ചെല്ലാൻ നോക്ക്. വാടാ. തന്നെ ഒറ്റ സൂപ്പർ സുധീഷേട്ടാ, വെറൈറ്റി, അമേസിംഗ്, റിയലി അമേസിംഗ്. ദേ, നേരിട്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതല്ലേ സുധീഷേട്ടാ. ഓ എടാ, പറഞ്ഞാലും മനസ്സിലാവണ്ട അവക്ക്. അങ്ങോട്ട് പറയുന്നൊന്നും മനസ്സിലാക്കാതെ ആ പെണ്ണ് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യുന്ന? അതെ, സുഭാഷ് തന്നെ അവളോട് എന്റെ കല്യാണം കഴിഞ്ഞാലും പറഞ്ഞത് അതാ ഇപ്പൊ കൂടുതൽ പ്രശ്നമായത്. അല്ല, ഞാൻ വേറെ എന്ത് ചെയ്യണമായിരുന്നു? ആ പെണ്ണ് കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ വേറെ എന്ത് പറഞ്ഞ് അതിനെ ഇവിടുന്ന് ഒഴിവാക്കണമായിരുന്നു? ശരി, ഇവന് മോളെ വലിയ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു കൂട്ടിക്കൊണ്ട് പൊക്കോ എന്ന് പറയണമായിരുന്നു. എടാ, നിന്നോട് ഇവിടെയുള്ള എല്ലാവരും ഇത് വേണ്ടെന്ന് പറഞ്ഞല്ലേ? നികേഷ് അടക്കം പറഞ്ഞിട്ട് നീ കേട്ടോ? മാറി മാറി കളർ ഡ്രസ് വിട്ട് സെന്റും പൂശി ബസ് സ്റ്റോപ്പിൽ പോയി വായി നോക്കിയിട്ട് ഇപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിക്കല്ലേ? മാറി മാറി കളർ ഡ്രസ് വിട്ട് സെന്റും പൂശി ബസ് സ്റ്റോപ്പിൽ പോയി വായി നോക്കിയിട്ട് ഇപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലെന്ന് നടിക്കല്ലേ? എടാ, ആ കുട്ടി ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ? അതിനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് നാണാവുന്നില്ലടാ. ഒന്നുമില്ലെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിയിട്ട് നിനക്കൊന്ന് മര്യാദയ്ക്കിരുന്നൂടെ?
ബുദ്ധിയുള്ള ആരെങ്കിലും ഈ പണി ചെയ്യൂ? എടാ നിനക്ക് ജീവിതത്തിൽ നന്നായിട്ട് പോണമെന്നൊന്നും ഇല്ലേ? എന്താടാ നീ ഇങ്ങനെ ആയത്? ഇവിടെ വേറെ ആർക്കും നിന്റെ ഈ സ്വഭാവം ഇല്ലല്ലോ. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേറെ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയി അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴേക്കും ദേഷ്യവും. എടാ നിന്നോട് സംസാരിച്ചാൽ എന്റെ കൺട്രോൾ പോവും. മതി സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ പറഞ്ഞ കേട്ടാ തോന്നും എനിക്ക് ശരിക്കും കല്യാണം നടന്ന പോലെ ഉണ്ടല്ലോ. എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. കേട്ടാ തോന്നും കല്യാണം കഴിഞ്ഞ് സ്നേഹനിധിയായ ഒരു ഭാര്യ വീട്ടിൽ ഇരിക്കുമ്പോ ഞാനെന്തോ പുറത്തു പോയി വല്ല വൃത്തികേടും കാണിച്ചു. സുഭാഷ് ഏട്ടാ, ഈ കല്യാണം എങ്ങനെ നടന്നു ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ? ഇതെന്താ ഒറിജിനൽ കല്യാണ? സുഭാഷ് ഏട്ടാ, ഞങ്ങളുടേത് വെറും ഫേക്ക് മാരേജ് ആണ്. മാഡം ഇത് ശരിക്കുള്ള കല്യാണമാണെന്ന് കരുതുന്നുണ്ടെന്നാണ് സുഭാഷ് ഏട്ടന്റെ വിചാരം? മാഡത്തിന് ഞാനും റോഡിൽ പോകുന്ന വഴിപോക്കരുണ്ടല്ലോ, അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ലെന്നാ പറയുന്നത്. മാഡത്തിന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. മാഡം എനിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടിട്ടാ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. നിങ്ങളെ എല്ലാവരെയും മാഡത്തിന് വലിയ ഇഷ്ടവും കാര്യവും ഒക്കെയാണ്. എന്നാ എന്നെയാ? നിങ്ങളോടെല്ലാം മാഡം ഈസി ആയിട്ട് കണക്ട് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ എന്നോടുള്ള കണക്ഷൻ കൊണ്ടൊന്നും അല്ല. നിധിനെ എനിക്ക് ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ? അതിന് നിധി സമ്മതിക്കണ്ടേ? എങ്ങാനും മുറിയിലേക്കോട്ടൊന്ന് കയറി ചെന്നാ അയ്യോ സുഭാഷ് ഏട്ടാ ഓടി വാ രക്ഷിക്കണേന്ന് പറഞ്ഞ് ബഹളം വെക്കല്ലേ? ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ പുറത്തൊരു പെൺകുട്ടിയോട് പോയി സംസാരിച്ചു, വെറുതെ സംസാരിച്ചു. അതത്ര വലിയ തെറ്റാ? ഇപ്പൊ തന്നെ മാഡം ഡിവോഴ്സിന് അപേക്ഷിച്ചിരിക്കുക. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടും അപരിചിതരായി മാറും. ഇതൊക്കെ ഞാനും ആലോചിക്കുന്ന കാര്യമല്ലേ? വേറൊരു കാര്യം അറിയോ? ഇന്നുള്ളൊരു ദിവസം മാഡത്തിന്റെ ബോസ് ഇങ്ങോട്ട് വന്നിരുന്നില്ലേ? അന്ന് എന്നെ എന്തും പറഞ്ഞ പരിചയപ്പെടുത്തിയെന്ന് അറിയോ? കസിൻ എന്നാ പറഞ്ഞേ, അല്ലാതെ ഭർത്താവ് എന്നല്ല പറഞ്ഞേ. മാഡത്തിന് എങ്ങനെ പറയാം? എന്നാ ഞാൻ പുറത്തു പോയി ആരോടെങ്കിലും സംസാരിക്കുമ്പോ എന്റെ കല്യാണം കഴിച്ചു നിങ്ങൾ പറയണോ? ഇത് എന്ത് നീതിയാ സുഭാഷ് ഏട്ടാ? അല്ല, നിങ്ങൾ ഉത്തരം പറ. ഞാൻ മാത്രം എന്റെ കല്യാണം കഴിഞ്ഞു എന്തിനു പുറത്തു പോയി പറയണം? സുഭാഷ് ഏട്ടാ, എനിക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ല. നിധി ഒറിജിനലാണെന്ന് വിശ്വസിക്കാത്ത ഒരു കല്യാണം ഞാൻ മാത്രം റിയലാണെന്ന് വിശ്വസിച്ച് എന്റെ സമയം കളയണോ? കുറച്ചു നാൾ കഴിയുമ്പോഴേ ഡിവോഴ്സ് വാങ്ങി മാഡം ഇറങ്ങി പോവും. അപ്പൊ വീണ്ടും ഞാൻ ഒറ്റയ്ക്കാവില്ലേ? അപ്പൊ ഞാൻ ഇപ്പോഴേ ഒരു കുട്ടിയോട് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാ അതിലിപ്പോ എന്തൊരു തെറ്റുള്ളേ? പറ. എന്താ മാഡം, ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞാലുണ്ടോ? എനിക്ക് നിധിക്കും തമ്മിൽ നടന്നതേ ഒരു ഫേക്ക് മാരേജാ. നിധി എന്നെ ഹസ്ബൻഡായിട്ട് പോലും കാണുന്നില്ല. മറ്റുള്ളവരോടൊക്കെ ഞാൻ കസിൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത്. ടെക്നിക്കലി മാരീഡ് എന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടേ ഡിവോഴ്സിന് പോയിരിക്ക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മാത്രം നിധി എന്റെ വൈഫാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് ശരിയാണോ? പറ, ശരിയാണോ? നിങ്ങൾ പറ. അതാണ് അതുകൊണ്ടാണ് ആ പെൺകുട്ടിയോട് ഞാൻ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. അപ്പോഴും സുഭാഷ് ഏട്ടൻ പറയുന്നു ഞാൻ നിധിയെ ചതിച്ചു. എങ്ങനെ ഞാൻ ചതിച്ചു നിങ്ങൾ ഈ പറയുന്നേ? എന്റെ കല്യാണം ശരിക്കും നടന്നായിരുന്നെങ്കിലേ അത് സത്യമാണെന്ന് എന്റെ ഭാര്യ അംഗീകരിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ ആദ്യമേ അത് പോയി പറയായിരുന്നു. പക്ഷെ അത് സംഭവിച്ചിട്ടില്ലല്ലോ. സുഭാഷ് ഏട്ടൻ വാ, ചെന്നാ പെൺകുട്ടിയെ കാണ്. നിധിയാണ് എന്റെ ഭാര്യ എന്ന് ഞാൻ പറയാം. പക്ഷെ നിധി വരുമെന്ന് തോന്നണ്ട? വരില്ല, അതെനിക്ക് ഉറപ്പാ. ഒരിക്കലും നിധി വരാൻ പോണില്ല. ഇനി പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാനും സംസാരിച്ചു, ആ കുട്ടിയും സംസാരിച്ചു, ശരി എന്ന് കരുതി എനിക്ക് അവളോട് പ്രേമമാണെന്നാണോ? അങ്ങനെ ഒന്നും ഇല്ല സുഭാഷ് ഏട്ടാ. അതും പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഭാര്യയും മറ്റൊരു പെൺകുട്ടി ചതിച്ചവനെന്നൊക്കെ പറഞ്ഞു എന്റെ തലയെ കൊണ്ടിരുന്ന എന്തിനാണ്? ഇനി നിധി പറ, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞ. മറ്റുള്ളവരെ വാടിപ്പിക്കാൻ നല്ല മിടുക്കാണല്ലോ. എന്തേ
ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നാണോ? ഹാ, നിധി, ഞാൻ പറഞ്ഞതല്ല ശരിയെന്ന് നിധിക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ? പറ പറ, ശരിയാണോ അല്ലയോ? പറ. ആ, അതെ, ശരിയാണ്. നമ്മൾ എന്തായാലും ഡിവോഴ്സ് ആവാൻ പോവല്ലേ, അപ്പൊ പറഞ്ഞതൊക്കെ ശരിയാ. സൂപ്പറായി. സുഭാഷ് ഏട്ടാ, ഞങ്ങൾക്ക് നടന്നതൊരു ഫേക്ക് മാരേജാ. ഞാൻ സുധീഷിനെ ഭർത്താവായിട്ടൊന്നും വിചാരിച്ചിട്ടില്ല. അപ്പൊ സുധീഷ് എന്തിനാ ആ കുട്ടിയോട് ഞാൻ വൈഫാന്ന് പറയേണ്ടത്? ഒരാവശ്യമില്ല. സുധീഷിന്റെ ചോദ്യം കറക്റ്റാ. ഇവള് വാടപ്പിച്ച് കളഞ്ഞല്ലോ ഭഗവാനെ. സുധീഷിന് ഏത് പെൺകുട്ടിയോട് വേണമെങ്കിലും ആരെ വേണമെങ്കിലും പ്രേമിക്കാം, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. സുഭാഷ് ഏട്ടൻ ചെയ്താ തെറ്റ്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞുവെന്ന് ആ കുട്ടിയോട് പറയാൻ പാടില്ലായിരുന്നു. അത് ശരിക്കും നടന്നിട്ടില്ലല്ലോ. സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റ് ചെയ്ത ഇക്കാര്യത്തിൽ സുഭാഷ് ഏട്ടനാ. ഇവളെന്താ ഇങ്ങനെ പറയണ? ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോ കലിപ്പിലായിരുന്നല്ലോ, അതിപ്പോ മാറിയോ? സുധീഷേ, നിങ്ങൾ പോയി ആ കുട്ടിയെ കാണ്. പാവം കഥ കടച്ചുള്ളിലിരിക്കാണ്. നിങ്ങൾ പോയി വിളിച്ചാ ആ കുട്ടി ഉറപ്പായിട്ടും കഥ കുറക്കും. രായ്ക്ക് രാമന്ന 40 വട്ടം എന്നെ ചീത്ത വിളിക്കാനും തിരുത്താനും എന്തൊരു മിടുക്ക എന്റെ മക്കൾക്ക്. എന്നിട്ടിപ്പോ നീ ചെയ്തു വെച്ചിരിക്കുന്ന പോക്കരത്തിനെന്തുവാ? നീ കിട്ടിയ നിന്റെ ഭാര്യ നിനക്ക് കല്യാണം കഴിക്കാനായി ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുന്നു. ഏടത്തി ഗായത്രി കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അടുത്തത് ഡിവോഴ്സ് പരിപാടി സ്പീഡാക്കാലോ. അത് കഴിഞ്ഞാൽ ഉടനെ കല്യാണം.